أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, ഈ പരിപാടിക്കായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അളവറ്റ ദയാലുവായ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മളെല്ലാവരും പലയിടങ്ങളിലായി യാത്ര ചെയ്തവരാണ്. പല സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അതൊപ്പിയെടുത്ത് തിരിച്ചു വന്നവരുമാണ്. പഠനകാലത്ത് കൂട്ടുകാരോടൊത്ത്, ഇണയോടൊത്ത്, കുടുംബാംഗങ്ങളോടൊത്ത്, സർവീസ് കാലത്ത് എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പലയിടങ്ങളിലേക്കായി പോകാറുണ്ട്. അവിടങ്ങളിൽ വെച്ച് കണ്ടത് നമുക്ക് മറക്കാൻ കഴിയാത്ത കാഴ്ച, പിന്നെയും പിന്നെയും കാണണമെന്നാഗ്രഹിക്കുന്ന ചിത്രം നമ്മളോട്, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കണ്ടിരിക്കണമെന്ന്, കണ്ടാലും കണ്ടാലും പൂതി തീരാത്തത്ര മനോഹരമായ ഒരു കാഴ്ചാനുഭവം ഏത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ യാത്രകളിലെ ഫയലിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളെക്കാൾ നമ്മൾ പ്രഥമ പരിഗണന നൽകുക നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ല് കാട്ടിയുള്ള പുഞ്ചിരിയാണ്. കുഞ്ഞുമക്കളുടെ പാൽപ്പല്ല് കാട്ടിയുള്ള പുഞ്ചിരിയേക്കാൾ മനോഹരമായൊരു കാഴ്ച നമുക്ക് മറ്റെവിടെയും കാണുക സാധ്യമല്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്ത് ഒന്ന് കാല് വഴുതി പോയപ്പോൾ, ശരീരം ചൂടുവന്ന് പനിക്കിടക്കയിലായപ്പോൾ പ്രിയപ്പെട്ടവർ വന്ന്, സുഹൃത്തുക്കൾ വന്ന്, സഹപ്രവർത്തകർ വന്ന്, കൂടെ നടക്കുന്നവർ വന്ന് സാരമില്ലടോ എന്ന് പറഞ്ഞ് കൈവച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ മുകളിൽ. നമ്മുടെ ശരീരത്തെ സ്പർശിച്ച, നമുക്ക് ആശ്വാസം തന്ന, നമുക്ക് അങ്ങേയറ്റം കുളിരു പകരുന്ന ഒരു കൈ, ഒരു തലോടൽ, അതിലാദ്യത്തെ സ്ഥാനം നമ്മൾ നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അവരുടെ കൈയുടെ ചൂട്, അവരുടെ കൈയുടെ തണുപ്പ്, അവരുടെ കൈയുടെ അത്ര ഇഷ്ടവും ഇമ്പവും മറ്റെവിടെയും നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പലതരം ഈണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. പഴയകാലത്തെ എൻ്റെ പ്രിയപ്പെട്ടവർ റഫിയുടെ സംഗീതത്തെക്കുറിച്ച് പറയും, ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് പറയും, ഇമ്പമുള്ള ഈണമുള്ള ഇശലുകൾ തരുന്ന മാപ്പിള പാട്ടുകളെക്കുറിച്ച് പറയും. അങ്ങ് കണ്ണൂർ ഷരീഫും ഇങ്ങ് പലതരം ഗായകന്മാരും ഗായികമാരുമൊക്കെ നമ്മുടെ കാതുകളിൽ ഇമ്പമുള്ള ഈണങ്ങൾ തന്നിട്ടുണ്ടാകും. എന്നാൽ ഇനിയും ഇനിയും പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടേയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, കേട്ടാലും കേട്ടാലും കൊതി തീരാത്ത ഒരു ഈണമുണ്ടെങ്കിൽ അത് ഇണയുടെ ഈണമാണ്. ഇണയുടെ ഈണവും
മാതാപിതാക്കളുടെ കൈപിടുത്തവും കുഞ്ഞുമക്കളുടെ പാൽപ്പല്ല് കാട്ടിയുള്ള പുഞ്ചിരിയുമില്ലാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക? അതെല്ലാം നിറച്ചു വെച്ച സ്നേഹത്തിൻ്റെ കൂടാണ് നമ്മുടെ ഒക്കെ വീട്. അതുകൊണ്ടാണ് എവിടെ പോയാലും എവിടെ ചെന്നാലും നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ, എത്ര മധുരമുള്ളത് കഴിച്ചാലും നമ്മുടെ ഉടപ്പിറപ്പുകൾ കൂടി ഉണ്ടാകണമെന്ന്, എത്ര നല്ലത് കിട്ടുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് കൂടി അത് കൊടുക്കാൻ കഴിയണമെന്ന് നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത്. കുടുംബമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മാതാപിതാക്കളുടെ തണലില്ലാതെ, പ്രിയപ്പെട്ടവർ കൂടെയില്ലാതെ ഒരു ദിനം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് നമ്മുടെ വർത്തമാനമല്ല, ഇതെൻ്റെയോ നിങ്ങളുടെയോ തോന്നലോ ഊന്നലോ അല്ല. ഇതൊരു പ്രപഞ്ച സത്യമാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ എന്ന ഒന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോൾ തന്നെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അങ്ങനെ ചേർന്ന്, അങ്ങനെ ഒരു സ്പർശനമുണ്ട് നമുക്ക്. നമ്മൾ ഒറ്റയ്ക്കല്ല, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായിരുന്നു. അവിടെയുണ്ട് ഒരു ടച്ച്. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉമ്മയുടെ മടിയിൽ, ഉമ്മയുടെ കയ്യിൽ, ഉപ്പയുടെ കയ്യിൽ, പ്രിയപ്പെട്ടവരുടെ സ്നേഹലാളനയിലാണ് നമ്മൾ. കൗമാരത്തിൻ്റെ, ശൈശവത്തിൻ്റെ, ബാല്യത്തിൻ്റെ, ശൈശവത്തിൻ്റെ, കൗമാരത്തിൻ്റെ എല്ലാം ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ ആളുണ്ടാവും. കൂട്ടുകാരില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് യൗവനത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ അവിടെയും നമുക്ക് കൂട്ടുണ്ട്. പിന്നീട് വിവാഹം, ദാമ്പത്യം, അത് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം വരെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. 3 പിടി മണ്ണ് നമ്മുടെ മുകളിലേക്ക് വീഴുന്നത് വരെ അങ്ങനെ എല്ലാവരും ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരൊന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. എന്ന് വെച്ചാൽ കുടുംബമില്ലെങ്കിൽ നമ്മളില്ലെന്നർത്ഥം. ആ കുടുംബത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, അങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അങ്ങനെ ഒരു കുടുംബജീവിതം മനോഹരമാകാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്, അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ്. ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല. ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വളർച്ചയും അതിൻ്റെ തളർച്ചയും എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരാണ് എന്ന് മാത്രമല്ല, നമ്മൾ അപൂർണരാണ്. പൂർണ്ണൻ അല്ലാഹു മാത്രമാണ്. ആ അപൂർണതയുടെ ഒരുപാട് അംശങ്ങൾ ഉള്ളവനാണ് ഞാൻ. ഒത്തിരി കുറച്ചൊക്കെ നിങ്ങൾക്കുണ്ടാവും. അപൂർണതയിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, നമുക്ക് പ്രതിസന്ധികളുണ്ടാകും, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ മനോഹരമായി അഭിമുഖീകരിക്കാൻ കഴിഞ്ഞാൽ മരണാനന്തരം സ്വർഗം കൊതിക്കുന്നവർക്ക് മരണത്തിന് മുമ്പ് അല്ലാഹു തആല ദുനിയാവിൽ തന്ന സ്വർഗമാണ് കുടുംബം. മരണാനന്തരം സ്വർഗം കിട്ടുന്നവർക്ക് മരണത്തിന് മുമ്പ് അല്ലാഹു തആല നൽകിയിട്ടുള്ള കൊച്ചു സ്വർഗമാണ് കുടുംബം. ആ കുടുംബത്തെ തണലാക്കി, ആ കുടുംബത്തെ സ്വർഗമാക്കി, ആ കുടുംബത്തെ ചേർത്തു പിടിച്ച്, ആ കുടുംബം എന്ന സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നുവോ അവരെയൊക്കെ എതിർത്ത്, അതിൻ്റെയൊക്കെ എന്തെല്ലാം കൊടിയടയാളങ്ങൾ നമ്മുടെയൊക്കെ ജീവിത പരിസരത്തേക്ക് കടന്നു വരുന്നുവോ അതിനെതിരെ ജാഗ്രതായി നമ്മളെല്ലാവരും ഉണർന്നിരുന്നാൽ തീർച്ചയായും നമ്മുടെ കുടുംബം മനോഹരമായ കുടുംബമായി, അതിലൂടെ നമ്മുടെ സാമൂഹിക ജീവിതം സമ്പന്നമായി, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. പടച്ചവൻ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സംസാരം കുടുംബത്തെക്കുറിച്ചായതുകൊണ്ട് എല്ലാവരും കുടുംബത്തെക്കുറിച്ച് പറയും. അതുകൊണ്ട് അധ്യക്ഷൻ എന്ന അർത്ഥത്തിൽ ഇതുമാത്രമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ലത് കേൾക്കാൻ, നല്ലത് പറയാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോടൊപ്പം റബ്ബിൻ്റെ സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കളെ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഇണകളെ, സഹോദരിമാരെ, ഉമ്മമാരെ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.